ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ദൂതശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 5ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഇവ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ സെക്ഷനിൽ തുടങ്ങുന്ന കാര്യം ഇതാണ്: യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ദൂതന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചത് നമുക്കൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ പഠന വിഷയമായ ദൂതശാസ്ത്രം പഠിക്കുമ്പോൾ ഇപ്പോൾ ഭർത്താവ് കേട്ടും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ജനനം, അതേപ്പറ്റിയുള്ള വിവരണം ആരംഭത്തിൽ, അത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മറിയെ അറിയിച്ചത്, ഇങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന് അറിയിച്ചത് ദൂതന്മാരാണ്. ഗബ്രിയേൽ ദൂതനാണ്. ലൂക്കോസ് 1:26 നമ്മൾ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, 26 മുതൽ 35 വരെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. അതുപോലെ യോസേഫിനോടുള്ള ബന്ധത്തിൽ മറിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് യോസേഫ് പതുക്കെ ഗൂഢമായിട്ട് മറിയെ ഉപേക്ഷിക്കാനൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ ചിന്ത അറിഞ്ഞ് വന്നിട്ട് അവനോട് ഇടപെട്ട് കണ്ട നിജസ്ഥിതി വെളിപ്പെടുത്തി കൊടുത്തു ദൂതന്മാരാണ്. മത്തായി 1:20 യേശുവിൻ്റെ പേരിനെ കുറിച്ചുള്ള വിവരം നൽകിയതും ദൂതന്മാർ തന്നെയാണ്, അല്ലേ? മത്തായി 1:21 യേശു ജനന വിവരത്തെക്കുറിച്ച് മറ്റുള്ളവരെ ആട്ടിടയന്മാരെ അറിയിച്ച ദൂതന്മാരാണ്. ലൂക്കോസ് 2:8 മുതൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മരുഭൂമിയിലെ പരീക്ഷ സമയത്ത് യേശുവിനെ സഹായിപ്പാനായ ശുശ്രൂഷ വന്നത് ദൂതന്മാരാണ്. മത്തായി 4:11 മുതൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ യോഹന്നാൻ 1:51 യേശുവിനുള്ള ബന്ധത്തിൽ ഒരു ദൂതന്മാരുടെ സാമീപ്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഗെത്സമനയിൽ യേശുവിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് വന്നതും ദൂതന്മാരായിരുന്നു. ലൂക്കോസ് 22:41 മുതൽ 11 പഠിക്കുമ്പോൾ യേശുവിൻ്റെ സഹായത്തിനായിട്ട് അനേക ദൂതഗണങ്ങളുണ്ട് എന്ന് മത്തായി 26:53 കാണാൻ കഴിയുന്നുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിൻ ദിനത്തിൽ കല്ലറയുടെ വാതിൽക്കൽ വെച്ച കല്ല് ഉരുട്ടി മാറ്റിയതും ദൂതൻ തന്നെയാണ്. മത്തായി 28:1 സ്വർഗാരോഹണ സമയത്ത് പുനരാഗമന സന്ദേശം ദൂതന്മാർ ശിഷ്യന്മാർ നൽകാൻ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1:9 11 അതുപോലെ പുനരാഗമന വേളയിലും ദൂതഗണം ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മത്തായി 16:27 25-30 കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ജനനം മുതൽ പുനരാഗമനം വരെയുള്ളതായ ദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ദൂത സഞ്ചയം നിത്യത മുഴുവനും തന്നോടൊപ്പം ഉണ്ടായിരിക്കും. തെസ്സലോനിക്കർ 4:16, മത്തായി 24:31, മത്തായി 13:37 മുതൽ 42 വരെ, വെളിപ്പാട് 21:9 മുതൽ 12 വരെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതലായി വ്യക്തമായി തീരും. പഠിതാക്കൾ അതെല്ലാം എടുത്ത് വായിച്ച് പഠിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വിഷയം പ്രത്യേകമായി പഠിക്കാൻ താല്പര്യമുള്ളവർ കുറച്ചും കൂടെ റെഫറൻസിന് ഞാൻ പറഞ്ഞ മാത്രം എഴുതി വായിച്ച് പഠിക്കാം. അടുത്തത്, ഈ പാപം ചെയ്ത ദൂതന്മാർ അങ്ങനൊരു കൂട്ടരുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അവരെന്താ പ്രവർത്തിക്കുന്നത്? നല്ല ദൂതന്മാരൊക്കെ പ്രവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? ഒരു കൂട്ടർ സന്ദേശവാഹകരാണ്. ദൈവിക കൽപ്പന പ്രകാരം ചില സന്ദർഭങ്ങളിൽ ചിലരോട് സംസാരിക്കേണ്ടി കടന്നു പോകുന്നു, ചിലപ്പോൾ യുദ്ധം ചെയ്യുന്നു, ചിലപ്പോൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നു. പല നിലകളിൽ ദൈവിക പ്ലാനുകൾ അവർ. അപ്പോൾ അതുപോലെ തന്നെ ഈ പാപം ചെയ്ത് വീണുപോയ ദൂതന്മാരുണ്ടല്ലോ, അവരും എന്താ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാം നമുക്ക്. പാപം ചെയ്ത ദൂതന്മാരുടെ തലവനാണ് സാത്താൻ.
അതുകൊണ്ട് തന്നെ ഈ ദൂതന്മാരുടെ വീഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ സാത്താനെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കലും സാത്താൻ എന്ന പേരിൽ ഒരു ദൂതനെ ദൈവം സൃഷ്ടിച്ചതായിട്ട് വരുന്നത് കാണുന്നില്ല. ആദ്യമായി നമുക്ക് മനസ്സിലായ കാര്യം, മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പൊക്കെ ദൂതന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ദൂതന്മാരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അവരെ പൂർണ്ണ ജ്ഞാനത്തോടും സൗന്ദര്യത്തോടും കൂടിയാണ് സൃഷ്ടിച്ചത്. മന്നൗതികളായിട്ടൊന്നുള്ള ദൂതന്മാരെ സൃഷ്ടിച്ചില്ല. എന്നാൽ എന്താ സംഭവിച്ചത്? ഈ സൗന്ദര്യപൂർണനായി ജ്ഞാനപൂർണനായി സൃഷ്ടിക്കപ്പെട്ട ദൂതനാണ് പിന്നീട് വിഷയം വന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ യെശയ്യാവ് 14:12 മുതൽ 16 വരെയും, യെഹെസ്കേൽ 28:11 മുതൽ 18 വരെയൊക്കെ പഠിക്കുമ്പോൾ അവനെ സൃഷ്ടിച്ച നാളിൽ അവൻ എപ്രകാരമായിരുന്നു, എന്തുകൊണ്ട് അവന് അങ്ങനെ പതിച്ചുപോയി, പതനം സംഭവിച്ചു, വീഴ്ച സംഭവിച്ചു എന്നൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ചിലർ പറഞ്ഞത് അതൊരു രാജാവിൻ്റെ പേരാണ്, രാജാവിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അവൻ രാജാവ്, അങ്ങനെയുള്ള രാജാവിനും ചിറക് മുളച്ച രാജാവ് എന്ന് വരെയൊന്നും കണ്ടിട്ടില്ല. ചിറക് പിരിച്ച കെരൂബ് എന്നൊരു രാജാവിനെ കുറിച്ച് ആരെയും പറഞ്ഞിട്ടില്ല. ഇത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ലൂസിഫറിനെ കുറിച്ചാണെന്നുള്ളതാണ്. നമുക്കറിയാം, മലയാളത്തിലെ അരുണോദയപുത്രനായ ശുക്ര എന്ന് പറയുന്നിടത്ത് ഇംഗ്ലീഷിൽ ഓ ലൂസിഫർ, സൗണ്ട് ഓഫ് മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ലൂസിഫറിനെ കുറിച്ച് തന്നെയാണ് വാചകം പറയുന്നത്. അഥവാ വീഴ്ചയ്ക്ക് മുമ്പുണ്ടായ, ഇപ്പോൾ പിശാചായിരിക്കുന്ന ആ ദൂതൻ, വീണുപോയ ദൂതൻ, അവൻ്റെ വീഴ്ചയ്ക്ക് മുമ്പ് അവൻ ആരായിരുന്നു? ലൂസിഫർ ആയിരുന്നു. സൗന്ദര്യ സമ്പൂർണനായിരുന്നു. അവൻ്റെ സൃഷ്ടി പിന്നിലുള്ള മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യങ്ങളിൽ കാണുന്നത്. അവൻ്റെ വീഴ്ചയ്ക്ക് മുമ്പ് അവനേറെ ശുശ്രൂഷകൾ ദിവസത്തിൽ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ അവൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? അവൻ രാജ്യത്വമുള്ളവനായിരുന്നു, അവൻ മാതൃകാമുദ്രയായിരുന്നു, ജ്ഞാനസമ്പൂർണനായിരുന്നു, ഏദനിൽ പാർത്തിരുന്നു, രത്നാഭരണങ്ങളാൽ അലങ്കൃതനായിരുന്നു, ചിറകുള്ളവനായിരുന്നു, അഗ്നിമയമായ രഥങ്ങളിൽ സഞ്ചരിക്കുന്നവനായിരുന്നു, നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ ഈ ശ്രേഷ്ഠകരമായ നിലവാരത്തിൽ നിന്ന് നിഗളം മൂലം അവൻ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുവാനിടയായിത്തീർന്നു. ഇത് നമുക്ക് തരുന്നൊരു ഗുണപാഠവും കൂടിയുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്രമാത്രം ശ്രേഷ്ഠതയുള്ളവരാണെങ്കിലും ശ്രേഷ്ഠമേറിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും നമ്മെ നിഗളത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അവിടെ വീഴ്ചകൾ സംഭവിക്കുകയും പിന്നെ ഇതുപോലുള്ളതായ അധപ്പതനാവസ്ഥയിലേക്ക് പോകാൻ ഇടവരിക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. എന്നുമേ ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തരായി ദൈവം നമ്മുടെ പക്കൽ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിറപടിയായി നിവർത്തിച്ചുകൊണ്ട് വിനയമുള്ളവരായി ഭക്തിയുള്ളവരായി ഇത് സേവിക്കുക. ഒരിക്കലും ആ വ്യവസ്ഥ വിട്ട്, പ്രമാണം വിട്ട്, ആത്മീയ നിഗളം സംഭവിച്ച് നമ്മൾ വീണുപോകുവാനിട വരരുത്. എന്താ ആത്മീയ നിഗളം? നമുക്ക് ഞാൻ പെർഫെക്റ്റ്, മറ്റുള്ളവരെല്ലാം ഭാവികളാണ്. എപ്പോഴും നമ്മളെന്താ പറയുക? നീ ഗുണപ്പെടണം, നീ മാനസാന്തരപ്പെടണം, നീ ക്രമീകരിക്കപ്പെട്ടാൽ, നീ വിനയപ്പെട്ടാൽ, നീ ഒന്ന് സമർപ്പിക്കപ്പെട്ടാൽ ഒക്കെ അനുഗ്രഹമാണ്. അപ്പോഴോ നീ വിനയപ്പെടണമെന്നും നീ ക്രമീകരിക്കപ്പെടണമെന്നും നീ സമർപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാനെന്താ, ഞാനതെല്ലാം തികഞ്ഞ ആളാണെന്ന് അർത്ഥമല്ല പറഞ്ഞത് അല്ലേ? അതാണ് എന്താ പറഞ്ഞത്? നമ്മൾ ആത്മീയതകളെന്ന് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടുപേര് പോയി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കർത്താവ് പഠിച്ചൊരു പാഠമുണ്ടല്ലോ ക്വസ്റ്റ്യൻ വിഷയത്തിൽ. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയി ദേവാലയത്തിൽ. രണ്ടുപേരും പ്രാർത്ഥിച്ചു. അവരുടെ ആരും മോശത്തരമൊന്നും ചെയ്തില്ല. ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഞാൻ ഈ നിൽക്കുന്ന പുള്ളിയെ പോലെ ഒന്നുമല്ല, ഞാൻ ഉപവസിക്കുന്ന ആളാണ്, ഞാൻ ദശാംശം കൊടുക്കുന്ന ആളാണ്,
ഞാൻ എല്ലാ പ്രമാണവും അനുസരിക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥന. മറ്റേ പുള്ളി അവിടെ കിടന്നിട്ട് അയ്യം വിളിച്ച് കരയുക. അവിടെ പറഞ്ഞവൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ പോലും കഴിയാതെ അയ്യം വിളിച്ച് കരയുക. അപ്പോൾ നോർമലായി ചിന്തിച്ചാൽ ഇതിലാരാ അനുഗ്രഹം പ്രാപിച്ച് പോകേണ്ടത്? മറ്റോ ഭയങ്കര ഭാവിയാന്നൊക്കെ അവിടെ തന്നെ പറയുന്നുണ്ട് അല്ലേ. ഈ വിശുദ്ധിയും വേറോടും അനുസരിച്ച് ദശാംശം കൊടുത്ത് ഉപസിക്കുന്ന പുള്ളി ശരിക്കും വിടുതൽ പ്രാപിച്ച് പോകേണ്ടത്. പക്ഷെ അവിടെ പറയുന്നത് അവൻ വെറുങ്കൈയോടെ പോയി, മറ്റവൻ വിടുതൽ പ്രാപിച്ച് പോയിരുന്നു. അപ്പം എന്ത് സംഭവിച്ചത്? ദൈവസ്നേഹിലൊരു നിഗളമുണ്ടായി, ആത്മീയ. ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ ആത്മീയമായിട്ട് മുന്തി നിൽക്കുന്നവനാണ്, ഞാൻ പ്രമാണങ്ങളെ കൃത്യമായി അനുസരിക്കുന്നവനാണ്. എൻ്റെ അപ്രിയ നിൽക്കുന്നവർ ആരല്ല? ദൈവവ്യവസ്ഥ അനുസരിക്കുന്നവരല്ല, വിശുദ്ധന്മാരല്ല, നീതിമാന്മാരല്ല. അതുകൊണ്ട് അവർ സമർപ്പിക്കപ്പെടണം, അവർ ക്രമീകരിക്കപ്പെടണം, അവർ വിധേയപ്പെടണം, അവർ ദൈവത്തിൽ സമർപ്പിക്കപ്പെടണം. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നീളമുണ്ടായെന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ആത്മീയ ലോകത്ത് സംഭവിക്കുന്നത്. മറ്റുള്ളവരെ കുറ്റമെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ ഇത് മനസ്സിലാക്കിയാൽ മതി. എന്താ അവർ പറയുന്നത്? ഞാൻ പെർഫെക്റ്റ് ആണ്, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം പ്രശ്നക്കാരാണ്. അതുകൊണ്ട് അവർക്ക് മാനസാന്തരം വേണം, അവരെ വിധേയപ്പെടണം. എനിക്കിതിൽ നിന്ന് യാതൊരു ആവശ്യമില്ല, കാരണം ഞാൻ പെർഫെക്റ്റ് ആണല്ലോ. അവർ ചിന്ത നമ്മൾ മാറിയിട്ട് നാം നിൽക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദൈവം ആരാണ്? പരിശുദ്ധനായ ദൈവമാണ് അല്ലേ. അവൻ്റെ അടുക്കൽ നിൽക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. സന്നിധി ചെന്നിട്ട് തലയുയർത്തിട്ട് എൻ്റെ ഇന്ന കഴിവുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയെന്ന് പറയാൻ കഴിയില്ല നമുക്ക്. കൃപയെന്ന് ഓർക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ തലകുനിയും. കർത്താവ്, എനിക്ക് കൃപയില്ലെങ്കിൽ എനിക്കിവിടെ വരാൻ കഴിയില്ലായിരുന്നു. നിന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ കൃപ കാണിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ വരാൻ കഴിയില്ല. അതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അപ്പുറത്ത് നിൽക്കുന്നവൻ അവൻ എന്തും ചെയ്യട്ടെ, അത് അവനും ദൈവമായി തീർക്കട്ടെ. നമുക്ക് ലഭിച്ച കൃപയ്ക്ക് അനുസൃതമായി നന്ദിയുള്ളവരായ രീതിയിൽ സ്തുതിപ്പാൻ, വിശ്വാസത്തോടെ ദൈവത്തെ സേവിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യഹെസ്കേൽ 22:16 പഠിക്കുമ്പോൾ കാണുന്നത് ഇവൻ്റെ അധപതനത്തിൻ്റെ കാരണം എന്തായിരുന്നേ? നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവർവത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. കണ്ടോ? സോറി. അപ്പോൾ അവൻ്റെ വ്യാപാരത്തിന് പെരുപ്പം നിമിത്തെന്ന് പറഞ്ഞാൽ അവന് അത്രമാത്രം ശ്രേഷ്ഠത ഉണ്ടായിരുന്നു, മഹത്വം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അതെല്ലാം കൂടെ നീളത്തിലേക്ക് കൊണ്ടുവന്നു പോവുക. യെശയ്യാപ്രവചനം 14:12 കാണുന്നില്ല? അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു എന്ന് കാണുക. അപേക്ഷയെക്കുറിച്ച് പറയുക. അപ്പം അങ്ങനെ വീണുപോയതായ ഈ പുള്ളിയും പുള്ളിയുടെ കിങ്കരന്മാരുമാണ് പിശാചുവിന് സൈന്യവും. അപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയാവോ? നമ്മൾ യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ 1:6 കാണുന്നുണ്ട്. അവർ ഭൂമിയിലെല്ലാം ഊടാടി നടന്നിട്ട് മനുഷ്യനെ കുറ്റം പറയാനായിട്ട് പുള്ളി അവിടെ ചെന്ന് ദിവസം ചെന്നു പറഞ്ഞ് കാണുന്നുണ്ട്. അതുപോലെ യോബിനെ ദണ്ഡിപ്പിക്കാനായിട്ട്, അനുവാദം ചോദിക്കാനായിട്ട് പുള്ളി അവിടെ ചെല്ലുന്നുണ്ട്. ലൂക്കോസ് 23:31-32 പഠിക്കുമ്പോൾ ദൈവജനത്തെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവനായിട്ട് അവനെ കാണാൻ കഴിയുന്നുണ്ട്. എഫേസ്യർ 6:11-13 പഠിക്കുമ്പോൾ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് 12:7-9 പഠിക്കുമ്പോൾ അവനെ നിർണ്ണയികമായ സ്വർഗത്തിൽ തള്ളിയിടും കാണാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11 പഠിക്കുമ്പോൾ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു കാണുക. അപ്പം ഉപായം പ്രവർത്തിക്കുന്നതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ദൈവജനത്തെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തുക എന്നുള്ളതാണ് അവൻ്റെ തന്ത്രത്തിൻ്റെ പരിപാടി. അതുപോലെ അവർ അനർത്ഥ ദൂതന്മാരാണ്. നമ്മൾ 72 സംഘം 49 വാക്യം പഠിക്കുമ്പോഴും മത്തായി 25:41 പഠിക്കുമ്പോൾ കാണുന്ന അവർ അനർത്ഥ ദൂതന്മാരാണ്. വെളിപ്പാട് 9:11 12:7-9 കാണുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവർ വാഴ്ച കാത്തുകൊള്ളാത്ത ആളുകളാണ്. നമ്മൾ യൂദലേഖനം 6-ാം വാക്യവും 2 പത്രോസ് 2:4 പഠിക്കുമ്പോൾ നമുക്ക് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. ഈ
ഇവർ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മനുഷ്യന് വീഴ്ച സംഭവിക്കുന്ന മുമ്പ് തന്നെ ഇവരെ വീണുപോയവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ വീണുപോയതിൻ്റെ പേരിൽ സ്വഭാവങ്ങളിലൂടെ മാറ്റം വന്നു. അവർ അശുദ്ധാത്മക്കളായി മാറി. മത്തായി 10:1 കാണുമ്പോൾ അവർ ദുഷ്ടാത്മസേനയായി. എഫേസ്യർ 6:11-12. വെളിപ്പാട് 12:9 ഭൂതലത്തെ തെറ്റിച്ചു കളയുന്നവരായി മാറി. ഉണ്ടോ? ദൈവസേനയിൽ ശക്തമായി ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായ ദൂതന്മാർ വീണുപോയി കഴിഞ്ഞപ്പോൾ ഇപ്പം എന്തായി? അവർ അശുദ്ധാത്മാക്കളായി മാറുന്നു, ദുഷ്ടാത്മസേനയായി മാറുന്നു, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്നവരായി തീരുവാനിടയായിത്തീർന്നു. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കണം. ദൈവനാമമഹത്വത്തിനും ദൈവരാജ്യ വ്യാപ്തിക്കുമായി നിലകൊള്ളേണ്ട പലരും കൃപയിൽ നന്യപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ദൈവരാജ്യത്തിന് ഇടർച്ച വരുത്തുന്നവരായിത്തീർന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുകയും അനുദിനവും ദിവസത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. അതിലൊരു കൂട്ടര് അന്ധതമസിൽ അടയ്ക്കപ്പെട്ടു. വീണുപോയ ദൂതന്മാരിൽ നിന്ന് ഒരു കൂട്ടര് അന്ധതമസിൽ അടയ്ക്കപ്പെട്ടു. യൂദ 6-ാം വാക്യവും 2 പത്രോസ് 2:4. ചിലർ വിശുദ്ധ ദൂതന്മാരുമായി പടവെട്ടുന്നവരായി മാറി. സ്വഭാവത്തിൽ നമ്മൾ വൈകൃതം മനസ്സിലാക്കണം. ഒരിക്കലും വിശുദ്ധ ദൂതന്മാരോടുകൂടി ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുന്ന ആളുകളെപ്പോൾ ദൂതന്മാരിപ്പോൾ എന്താണ് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ വിശുദ്ധ ദൂതന്മാരോട് പടവെട്ടുകയാണ്. ഇതിൽ ഒരു പരിധി വരെ നമ്മുടെ വിശ്വാസമുള്ള ആളുകൾ ചിലർ കൃപയിൽ നിന്ന് വീണു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനും ദൈവസഭയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളൊക്കെ അറിയാണ്ട് അല്ലേ? ഒരിക്കലും ഒരുമിച്ച് ആരാധിച്ചവരാണ്, പാടിക്കൊണ്ടിരുന്നവരാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്, വേദോത്സവം പഠിച്ചുകൊണ്ടിരുന്നവരാണ്, സാക്ഷ്യം വഹിച്ചവരാണ്. പക്ഷേ ചില സന്ദർഭത്തിൽ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയി കഴിയുമ്പോൾ പിന്നെ അവരെ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ദൈവങ്ങൾക്കെതിരായി പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയാറുണ്ട്. നമ്മൾ ഇത് യൂദ 9-ലും വെളിപ്പാട് 12:7-9 വാക്യത്തിലും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ വീണുപോയ ദൂതന്മാർ നിമിത്തമായിട്ട് സകല മനുഷ്യരിലേക്കും പാപം വ്യാപിച്ചു. സകല സൃഷ്ടികളും ആ പാപത്തിൻ്റെ പരിണതഫലം അനുഭവിക്കുന്നു. അവർ വീണ്ടെടുപ്പിനായി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമർ 8:19-22 വചനങ്ങൾ. ഉൽപ്പത്തി 3:17 മുതൽ പഠിക്കുമ്പോൾ ഭൂമി ശാപഗ്രസ്തമായി തീർന്നു. ദൂതന്മാരുടെ വീഴ്ച മുഖാന്തരമായി അവർ മനുഷ്യനെ ചതിച്ചു. അതിനുള്ള എന്തായി സംഭവിച്ചത്? ഭൂമിയും ശാപഗ്രസ്തമായി തീർന്നു. ഇനി ഇവരുടെ പോക്ക് പഠിക്കുകയാണ്. ഒരു നിത്യാഗ്നിയിലേക്കുള്ള പോക്ക. വെളിപ്പാട് 12:8-9, 1 കൊരിന്ത്യർ 6:1, മത്തായി 25:41-46, 2 പത്രോസ് 2:4, യൂദ 6 ഇതെല്ലാം ചേർന്ന് പഠിക്കുമ്പോൾ ഇവർക്ക് എവിടേക്കാണ് പോക്ക്? നിത്യാഗ്നിയിലേക്ക് പോക്ക്. അവരെ സാധാരണ ചില പേരുകളുണ്ട്. ശുക്രൻ, യെശയ്യാവ് 14:12 കാണാൻ പദമാണ് ശുക്രൻ. മൂലഭാഷയിൽ ഹീലേൽ, പ്രകാശിക്കുന്നവൻ, പകൽ നക്ഷത്രം, ഭിന്നതാരം എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. ഹീലേൽ എന്ന പദത്തിന്. അത് അതിൻ്റെ ശുക്രൻ എന്നുള്ള ആ പദത്തിന് പരമ കൊടുത്തിന് ഇതിൻ്റെ ലത്തിൻ രൂപമാണ് ലൂസിഫർ എന്നുള്ളത്. വെളിച്ചവാഹി എന്നാണ് അതിൻ്റെ അർത്ഥം. വെളിച്ചവാഹി. ശുക്രൻ എന്നുള്ളത് ഒരു അലങ്കാര നാമമാണ്. അർണോദയപുത്രൻ മറ്റൊരു പദമാണ്. ശുക്രൻ എന്ന നാമത്തിന് വിശേഷമായി കൊടുത്തിരുന്ന പദമാണ് അർണോദയപുത്രൻ. അതിന് എബ്രായ പദം ഷാക്കാർ എന്നാണ്. ഉൽപ്പത്തി 19:15, ഉത്തമഗീതം 6:10 നമുക്ക് ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ട് പേരുകളും പാപം ചെയ്തതിന് മുമ്പുള്ള പേരുകളാണ്. ആ പേരുകൾ അവൻ്റെ ശ്രേഷ്ഠതയെ വെളിവാക്കുന്ന പേരുകളാണ്. എന്നാൽ വീഴ്ചയ്ക്ക് ശേഷം അവൻ്റെ പേരുകളിൽ വന്ന മാറ്റം ചിന്തനീയമാണ്. എന്തൊക്കെ വരുമെന്നവന്? പിശാജ്. വെളിപ്പാട് 20:2, 10, 12:9. അതിൻ്റെ എബ്രായ പദം സയീർ, ഷെഡ്. 2 പദങ്ങളുണ്ട്. സയീർ എന്നൊരു പദമുണ്ട്, ഷെഡ് എന്നൊരു പദമുണ്ട്. പിശാജ് എന്ന പദത്തിൻ്റെ എബ്രായ ഭാഷയിൽ. ലേവ്യ 17:7 സയീർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവർത്തനം 32:17 ഷെഡ് എന്ന പദം ഉപയോഗിച്ചിരുന്നത്. സയീർ എന്ന് പറഞ്ഞാൽ രോമമുള്ളവൻ എന്നർത്ഥം, ഷെഡ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ അവൻ്റെ സ്വഭാവം മാറിയല്ലേ?
നശിപ്പിക്കുന്നവനായി മാറി എന്നുള്ളതാണ്. പ്രകാശം പരത്തിക്കൊണ്ടിരുന്നവൻ ഇപ്പോൾ നശിപ്പിക്കുന്നവനായി മാറുകയാണ്. അതിൻ്റെ ഗ്രീക്ക് പദം ഇങ്ങനെയാണ്, ഡൈമോൺ. എൻ്റെ അർത്ഥം ദിവ്യൻ എന്നാണ്. 8:30 പദം കാണാൻ കഴിയും. 2 കൊരിന്ത്യർ 4:4 കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ദൈവം എന്നൊക്കെ പദം പേര് വരാൻ കാരണം. അതുകൊണ്ടാണ് ഈ ഡൈമോൺ, ദിവ്യൻ എന്നുള്ളത് തന്നെയാണ് ഈ ലോകത്തിൻ്റെ ദൈവം എന്നൊക്കെ പേര് വന്നത്. എൻ്റെ മറ്റൊരു പദമാണ് ഡൈമോണിയൻ, മറയ്ക്കുന്നവൻ, നിഴൽ എന്നൊക്കെ ഇതിൻ്റെ അർത്ഥം. മനസ്സ് കുരുടാക്കുന്നവൻ എന്ന പേര് വന്നത് എങ്ങനെയാണ്? 2 കൊരിന്ത്യർ 4:4 മറയ്ക്കുകയാണ്. സത്യസുവിശേഷം പ്രകാശിക്കാതിരിക്കാനായിട്ട് മനുഷ്യനെ ഇങ്ങനെ മറച്ചു വയ്ക്കുക. അതിനാണ് അവനെ മനസ്സ് കുരുടാക്കുന്ന പേര് വരാൻ കാരണം. ഈ ഡൈമോണിയൻ എന്ന ആ പദത്തിൻ്റെ അർത്ഥം ഒന്നാണ് മറയ്ക്കുന്നവൻ. പിന്നെ മറ്റൊരു പദമാണ് ഡയബോലോസ്, കുറ്റം ചുമത്തുന്നവൻ. മത്തായി 4:1 കാണുന്നില്ല, കുറ്റം ചുമത്തുന്നവൻ ഡയബോലോസ്. വേറെ പദമാണ് സാത്താൻ. വെളിപ്പാട് 20:2, 7, 12, 9 കാണാം. സാത്താൻ, വെറുക്കുന്നവൻ, കുറ്റം ചുമത്തുന്നതിൻ്റെ എൻ്റെ അർത്ഥം. 1 ദിനവൃത്താന്തം 21:1, സെഖര്യാവ് 3:1, വെളിപ്പാട് 12:10 നമുക്ക് ആ പദങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. സാത്താൻ എന്നുള്ളത്. അടുത്ത പഴയ പാമ്പ്, വെളിപ്പാട് 20:2 കാണുന്ന പദമാണ്. മഹാസർപ്പം, വെളിപ്പാട് 20:2, വെളിപ്പാട് 12:3. ഈ ലോകത്തിൻ്റെ പ്രഭു, യോഹന്നാൻ 14:30 കാണുന്നുണ്ട്. ലോകത്തെ അടക്കി വാഴുന്നതിനാണ് അവൻ ഈ പേര് ലഭിച്ചത്, ലോകത്തിൻ്റെ പ്രഭു എന്ന്. നമ്മൾ വചനം പഠിക്കുമ്പോൾ കാണുന്നത് സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനത കിടക്കുന്ന കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യേശുവിനടുത്ത് വന്നിട്ട് വിജയ് പറഞ്ഞില്ലേ, ഈ കാണുമ്പോൾ എൻ്റേതാണ്, എന്നെ നമസ്കരിച്ചാൽ ഞങ്ങൾക്ക് തരാമെന്നൊക്കെ പറയാൻ കാരണം അതാ. ഓക്കെ, അടുത്ത പദമാണ് ഈ ലോകത്തിൻ്റെ ദൈവം. 2 കൊരിന്ത്യർ 4:4 കാണുന്നുണ്ട്. അപവാദി, വെളിപ്പാട് 12:10 കാണുന്ന പദമാണ്. ബോഷ്കിൻ്റെ പിതാവ്, യോഹന്നാൻ 8:44 കാണുന്ന പദമാണ്. ദുഷ്ടൻ, യോഹന്നാൻ 5:19 കാണുന്നു. അപ്പോൾ ഇവിടെ പിശാൻ്റെ പേരുള്ള മാറിയുള്ള സ്വഭാവം അനുസരിച്ച് പിശാൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ പേര് പോലെ അവൻ്റെ പ്രവർത്തനം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് പേരാണ് ബേൽസെബൂൽ. മത്തായി 12:24, മർക്കോസ് 3:22 കാണാൻ കഴിയുന്നുണ്ട്. ഈ ബേൽസെബൂൽ എന്ന് പറയുന്നത് എക്രോൻ എന്ന പട്ടണത്തിലെ ഒരു ദേവതയാണ്. അതിൻ്റെ അർത്ഥം ഈച്ചകളുടെ പ്രഭു എന്നാണ്. ഈച്ചകളുടെ പ്രഭു. യഹൂദവീക്ഷണത്തിൽ ബേൽസെബൂൽ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ തലവനാ. അതിൻ്റെ ഒരു പേരാണ് ഭൂതങ്ങളുടെ തലവനായി തീർന്നു. അത് എക്രോൺ എന്ന പട്ടണത്തിലെ ഒരു ദേവതയുടെ പേരാണത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഈച്ചകളുടെ പ്രഭു എന്നാണ്. യഹൂദവീക്ഷണത്തിൽ ബേൽസെബൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭൂതങ്ങളുടെ തലവനാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എത്ര ശ്രേഷ്ഠകരമേറിയ ഒരവസ്ഥയിലായിരുന്നു ഈ പാപം ചെയ്തതിന് മുമ്പുള്ള ദൂതൻ്റെ അവസ്ഥ. അവിടെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ രത്നങ്ങൾ അവനിലുണ്ടായിരുന്നു. ഈ വളരെ പ്രകാശപൂരിതമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതായ ആ ദൂതൻ അവൻ്റെ നിഗളത്തിൻ്റെ ഫലമായിട്ട്, അഹങ്കാരത്തിൻ്റെ ഫലമായിട്ട്, അശുദ്ധ ചിന്തയുടെ ഫലമായിട്ട് ആ മഹത്വമുള്ള പദവിയിൽ നിന്ന് തള്ളപ്പെടുവാനിടയായിത്തീർന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണ്? മുമ്പ് എന്തൊക്കെയോ ആയിരുന്നുവോ അതിനൊക്കെ ഘടകവിരുദ്ധമായെന്നുള്ളതാ അല്ലേ. വെളിച്ചവാഹിയായിരുന്നവനാണ് ഇപ്പോൾ ഇരുട്ടിൻ്റെ രാജ്യത്തിൻ്റെ പ്രഭുവായി മാറിയത്. ഇരുട്ടിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന ആളായി മാറിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്, നാം നമ്മളെ ആക്കി വെച്ച സ്ഥാനങ്ങളിൽ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിൽ നിലകൊള്ളേണ്ടതും നമ്മളെ സൂക്ഷിക്കേണ്ടതും
അഥവാ നാം സൂക്ഷിക്കുന്നില്ല എങ്കിൽ സംഭവിക്കുന്നതായ കെടുതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പാഠം പഠിക്കുമ്പോൾ നമ്മളെ കാണേണ്ടതിനായിട്ട്. എന്നെ ദൈവം എവിടെ ആക്കി വെച്ചിരിക്കുന്നു? അത് എന്തിനു വേണ്ടി എന്നെ ആക്കി വെച്ചിരിക്കുന്നു? ഞാനിവിടെ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിലൂടെ എനിക്ക് ലഭിക്കാൻ വന്ന പ്രതിഫലം എന്താണ്? ദൈവമാക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാൻ കഴിഞ്ഞാൽ അവിടെ ദൈവനാമം മഹത്വപ്പെടും, ദൈവരാജ്യ വ്യാപ്തി ഉണ്ടാകും, ദിവ്യ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ഏറിയ പ്രതിഫലത്തിന് അതെല്ലാം നമ്മെ അർഹനാക്കും. നാം അത് അലസമായിട്ട് കൈകാര്യം ചെയ്യുകയോ അഹങ്കാരത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിലോ നാം അവിടെ തള്ളപ്പെടുകയും അതിലൂടെ ദൈവനാമം ദൂഷിക്കപ്പെടുകയും ദൈവരാജ്യത്തിന് ഇടർച്ചയാവുകയും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ശിക്ഷകൾ വാങ്ങുവാൻ ഇടവരുകയും ചെയ്യും. ദൂതശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ ദൂതന്മാരെ മനസ്സിലാക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുക, എന്നേക്കാൾ ഉപരിയായിട്ട് നമ്മെ കാണുവാനും നമ്മെ തിരുത്തുവാനും ഒക്കെ അത് കാരണമായി തീർന്നുള്ളതാണ്. നമ്മുടെ യഥാസ്ഥാനത്തിന്, നമ്മുടെ ക്രമീകരണത്തിന് അത് ഉപകാരപ്രദമാകണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ വചനം പഠിപ്പിക്കുമ്പോൾ ഓരോ വചനം പഠിക്കുമ്പോഴും മറ്റുള്ളവരെ തോന്നാനുള്ള മാർഗമായിട്ട് എന്താണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ്. ചിലർ പറയല്ലേ, ഇന്നത്തെ പ്രസംഗം ചേട്ടൻ ഒന്ന് കേൾക്കണമായിരുന്നു, അല്ലെങ്കിൽ നീ ഇന്ന് കേൾക്കണം, ഇന്നത്തെ പ്രസംഗം കേൾക്കണമായിരുന്നല്ലേ. ഭാര്യ ഭർത്താവും ആരെങ്കിലും ഒരാൾ യോഗത്തിന് പോകും, അല്ലെങ്കിൽ കൺവെൻഷനോ ഉപവാസ പ്രാർത്ഥനയ്ക്കോ ഒക്കെ പോകും. പിന്നെ ആരെങ്കിലും ഒരാൾ പോയി വന്നതിന് ശേഷം വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ ദൂതിതായിരിക്കും, നീ ഇന്നത്തെ പ്രസംഗം കേട്ടിരുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പല മാറ്റം ഉണ്ടാകുമായിരുന്നു. അതേപോലെ ഭാര്യയുടെ ഭർത്താവ് പറഞ്ഞ കാര്യം. അല്ലെങ്കിൽ ഭർത്താവ് പോയില്ല, ഭാര്യ പോയെന്ന് പറയും, ഇന്ന് അച്ചായൻ ഞാൻ മിരിന്ന് വന്നായിരുന്നുണ്ടല്ലോ, അച്ചായൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു, ഒരുപാട് അനുഗ്രഹം പറഞ്ഞു കഴിയുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സത്യത്തിൽ ദൈവം ആ സന്ദേശം ആരെ കേൾപ്പിച്ചത്? ആ മീറ്റിങ്ങിന് പോയ ആളെയാ. ആ മീറ്റിങ്ങിന് പോയ ആളെ കേൾപ്പിച്ച് എന്തിനു വേണ്ടിയിട്ടാ? വീട്ടിലിരിക്കുന്ന ആളോട് പോയി പറഞ്ഞിട്ട് അയാളെ ഗുണപ്പെടുത്താനാണോ അത് ഇവരെ ഗുണപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ പലപ്പോഴും നമ്മൾ നല്ല നല്ല കാര്യങ്ങളെല്ലാം പഠിച്ചാലും നമ്മിലേക്ക് പ്രാവർത്തിക്കാൻ ശ്രമിക്കില്ല. നമ്മളെന്ത് ചെയ്യുക? ഇത് അയാൾ കേട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൾ കേട്ടിരുന്നെങ്കിൽ, അല്ലേ, എക്സ് കേട്ടിരുന്നെങ്കിൽ, വൈ കേട്ടിരുന്നെങ്കിൽ, സെഡ് കേട്ടിരുന്നെങ്കിൽ, അല്ലേ, ഇതൊന്നും ആർക്ക് ബാധകമല്ല, നമുക്ക് ബാധകമല്ല. ഈ ചിന്താഗതി മാറിയിട്ട് ഓരോ ദിവസം നമ്മൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര പ്രസംഗം കേട്ടാലും ശരി, എത്ര വാക്യം വായിച്ചാലും, എത്ര അധ്യായം വായിച്ചാലും, അത് ഫസ്റ്റിലേ എടുത്ത് നോക്കണം നമ്മളിലേക്കാണ്. ഞാൻ കേട്ട പ്രസംഗവുമായിട്ട്, ഞാൻ പഠിച്ച വചനവുമായിട്ട്, ഞാൻ വായിച്ച വേദഭാഗവുമായിട്ട് എനിക്ക് വല്ല ബന്ധമുണ്ടോ? ഇതിന് സമാനമായിട്ട് ഞാൻ എന്നെ എങ്ങനെയെങ്കിലും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടോ? എന്നിൽ എന്തെങ്കിലും തിരുത്തൽ വേണ്ടതുണ്ടോ? അത് ചിന്തിച്ചിട്ട് ആ നിലകളിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ആ വചനത്തെ ഉപയോഗിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് പഠിക്കുമ്പോൾ ബുദ്ധന്മാരെ മനസ്സിലാക്കിയ നല്ല കാര്യമാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുവാനും നമ്മളെ കാണാനും നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാനും തിരുത്തുവാനായിട്ട് നമ്മൾ സമർപ്പിച്ചത് നമുക്ക് ഇതിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ് തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിതൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളെ കാണുവാൻ, ഞങ്ങളെ തിരുത്തുവാൻ കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഇത് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നവർ നല്ലതല്ല. ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ സഹായിക്കണം. ഇതിൽ പഠിതാക്കളെയും അധ്യാപകരെയും ഇതിനു മുന്നിൽ പ്രാർത്ഥിക്കുന്നവരെയും സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നവരെയും ഇതിനെ സഹായിക്കുന്നവരെയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ മുഖാന്തരങ്ങളും ദൈവം അനുഗ്രഹിച്ചാട്ടെ കർത്താവ്. തുടർന്നും ഞങ്ങൾ ദൈവം പഠിക്കുന്നതിലൂടെ ഞങ്ങളെ തന്നെ കാണുവാൻ, ഞങ്ങളെ ക്രമീകരിക്കാനായിട്ട്, ഇതിൻ്റെ സന്നിധി വിശ്വാസത്തോടെ ജീവിക്കാനായിട്ട് കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാമത്തെ പിന്നെ മഹത്വപ്പെടുത്തണം. യേശു നാമം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശത്തിന് നന്ദി പറയുന്നു.
ദൈവം നിങ്ങളെല്ലാം ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറേ പേർക്ക് തപ്പുകാരെ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമ്മളെല്ലാവരും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നല്ലോ, ഈ ശുശ്രൂഷയെ ബഹുമാനിക്കുന്നല്ലോ, ഇതിനോർത്ത് പ്രാർത്ഥിക്കുന്നതിനായി നന്ദി പറയും. തുടർന്നും നിങ്ങൾ സഹകരണമൊക്കെ വേണം. കൂടുതൽ ആളുകളുടെ അടുക്കലേക്ക് ദൈവവചനം എത്തട്ടെ, കൂടുതൽ പേർ ദൈവവചനം പഠിക്കട്ടെ, കൂടുതൽ പേർ ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ, കൂടുതൽ പേർ യേശുവിനെ അറിയട്ടെ, അവർ യേശുവിൻ്റെ സാക്ഷികളായി മാറട്ടെ. ഞങ്ങൾക്ക് കിട്ടിയ ചെറിയ വെളിച്ചം വെച്ച് ഞങ്ങൾ ഇത്രയും കാലം പഠിപ്പിക്കുന്നു. നിങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ ആധികമായി പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ വചനം കഴിയുന്നത്ര ആളുകളുടെ അടുക്കിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. സഹകരണം പ്രതീക്ഷിക്കുന്നു. ചില സഹകരണം നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.